കേരളത്തിലെ ഏക ആം ആദ്മി സ്ഥാനാർത്ഥി ബീന കുര്യനും ബേസിൽ ജോണും രണ്ടുപേരും സ്ഥാനാർത്ഥികളാണ്. അപ്പോ ആം ആദ്മി പാർട്ടി കേരളത്തിലാകെ തൊടുപുഴയിലാണ് മത്സരിക്കുന്നത്. എല്ലായിടത്തും. ഇടുക്കിയിൽ 37 സ്ഥാനാർത്ഥികളുണ്ട്. 37 സ്ഥാനാർത്ഥികളുണ്ട്. അപ്പോ എത്ര കണ്ട് പ്രതീക്ഷയോട് കൂടിയാണ് ആം ആദ്മി ഈ ഇടുക്കിയിലും തൊടുപുഴയിൽ ജനവിധി തരുന്നത്? നല്ല പ്രതീക്ഷയുണ്ട്. എന്താണ് ജനങ്ങളിലേക്ക് ഇപ്പോൾ രണ്ട് മുന്നണികൾ, ഇപ്പോൾ LDFും UDFും മാറി മാറി ഭരിക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതിൽ നിന്നൊരു മാറ്റം വേണമെന്ന് ആം ആദ്മി പാർട്ടി ആഗ്രഹിക്കുന്നു. അപ്പൊ രണ്ട് മുന്നണികളും പറയാത്ത എന്തെല്ലാം കാര്യങ്ങളാണ് ജനങ്ങൾക്ക് മുന്നിൽ ആം ആദ്മി പാർട്ടിക്ക് വെക്കാനുള്ളത്? നിരവധിയായ കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മുന്നണികളെല്ലാം പറയുന്നത് അന്നേരത്തെ കാര്യങ്ങൾ മാത്രമാണ്. കഴിഞ്ഞ 10 വർഷമായി അല്ലെങ്കിൽ 5 വർഷമായുള്ള നിരവധിയായ വിഷയങ്ങളുണ്ട്. സഹകരണ ബാങ്കിലെ വിഷയം, അതുപോലെ തന്നെ പാതിവില തട്ടിപ്പ് വിഷയം, അതുപോലെ നിരവധിയായ നികുതി വർധനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇങ്ങനെ നിരവധിയായ വിഷയങ്ങളുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇടതു മുന്നണിയും വലതു മുന്നണിയും മറ്റ് മുന്നണികളുമെല്ലാം ആ അന്നേരത്തെ വിഷയങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിട്ടുകൊണ്ടാണ് ഈ ഇലക്ഷൻ നേരിടുന്നത്. പക്ഷേ ആം ആദ്മി പാർട്ടി കൃത്യമായിട്ട് ഈ വിഷയങ്ങളെല്ലാം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് കൃത്യമായി ഈ വിഷയങ്ങളുമായി ജനങ്ങളെ സംബന്ധിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മുൻപുണ്ടായ ഒരു സ്വീകാര്യത ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്കുണ്ടോ? ഉറപ്പായിട്ടുമുണ്ട്. സ്വീകാര്യത എന്ന് പറയുന്നത് അന്നുള്ളതിനേക്കാൾ കൂടുതൽ സ്വീകാര്യതയുണ്ട്. കാരണം ആം ആദ്മി പാർട്ടി എപ്പോഴും ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനക്ഷേമ നിലപാടുകൾ സ്വീകരിക്കുകയാണ്. ഈ സ്വീകാര്യത മറച്ചു വയ്ക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ട് കള്ളക്കേസുകൾ എടുത്തു എന്നുള്ള കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ സുപ്രീം കോടതിയിലിരിക്കുന്ന കേസും ഹൈക്കോടതിയിലിരിക്കുന്ന കേസുകളിലും എല്ലാം തെളിവില്ല. സുപ്രീം കോടതി 14ാമത്തെ തവണയും പറഞ്ഞിരിക്കുകയാണ് എന്തെങ്കിലും തെളിവ് കൊണ്ടുവരാൻ വേണ്ടി. PMLA ആക്ട് പ്രകാരം എല്ലാവർക്കും അറിയാം അത് ഒരാളെ മോശക്കാരനാക്കുവാൻ വേണ്ടി ശ്രമം നടത്തുന്നത്. ആം ആദ്മി പാർട്ടിക്ക് എപ്പോഴും സ്വീകാര്യതയുണ്ട്. ജനക്ഷേമ പ്രവർത്തനങ്ങളാണ് നയിക്കുന്നത്. ഡൽഹിയിലായാലും പഞ്ചാബിലായാലും കേരളത്തിൽ അധികാരത്തിൽ വന്നാലും പഞ്ചായത്തിൽ ഞങ്ങൾ മെമ്പർമാരായി ജയിച്ചു വന്നാലും ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനക്ഷേമ പ്രവർത്തനം നടത്തുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മുൻപോട്ട് വന്നിട്ടുള്ളത്. ഈ ബീന കുര്യന്റെ കാര്യത്തിൽ തുടക്കത്തിൽ നമ്മൾ പരിചയപ്പെടുത്തിയപ്പോൾ ചെറിയൊരു പിഴവ് സംഭവിച്ചിരുന്നു. ഏക സ്ഥാനാർത്ഥി എന്ന്. അങ്ങനെയല്ല, കഴിഞ്ഞ കുറി കേരളത്തിൽ നിന്ന് ജയിച്ച ആം ആദ്മി പാർട്ടിയുടെ ഏക വാർഡ് മെമ്പർ അങ്ങനെയായിരുന്നു അല്ലേ? അപ്പൊ കഴിഞ്ഞ തവണത്തെ വിജയം ഇക്കുറിയും ആവർത്തിക്കാൻ കഴിയും? തീർച്ചയായും ഞങ്ങളെ വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്ങനെയാണ് കഴിഞ്ഞ തവണ അങ്ങനെ ജയിച്ചു കയറാൻ കഴിഞ്ഞത്? ഏത് ഡിവിഷൻ, ഏത് വാർഡായിരുന്നു? 7ാം വാർഡായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്. നെടിയകാട് വാർഡ്. ഈ പ്രാവശ്യം ഞാൻ 13ലാണ് നിൽക്കുന്നത്. അപ്പൊ ആ ജനകീയ പിന്തുണയും അടിത്തറയും ഒക്കെ ഇക്കുറിയുണ്ട്. ആളുകൾ നമ്മുടെ കൈവിടില്ല ഇത്തവണയും. തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. പ്രചാരണത്തിൽ എങ്ങനെയാണ്? ഇവിടെയുള്ള സംസ്ഥാന നേതാക്കൾ തന്നെയാണോ പങ്കെടുക്കുന്നത്? അതോ ഇന്നലെ പ്രചാരണത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ വന്നിരുന്നു. ഇന്ന് സംസ്ഥാന പ്രസിഡന്റ് വരുന്നുണ്ട്. അപ്പോൾ സംസ്ഥാന നേതാക്കൾ വരും. അതോടൊപ്പം തന്നെ ഞാൻ മണ്ഡലത്തിലെ ഈ കരിമണ്ണൂർ ഡിവിഷനിൽ, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് കരിമണ്ണൂർ ഡിവിഷനിലെ എല്ലാ മേഖലയിൽ നിന്ന് എത്തിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമല്ല ഇറങ്ങി വരുന്നത്. ഞാൻ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് മെമ്പറായി 21ാമത്തെ വയസ്സിൽ വന്നതാണ്. ഈ കരിമണ്ണൂർ ഡിവിഷനിലെ ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് കരിമണ്ണൂർ ഡിവിഷനിൽ കഴിഞ്ഞ തവണ സ്വതന്ത്രനായി മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിച്ചു. അപ്പോൾ ജനങ്ങളോടൊപ്പം തന്നെയാണ് എന്നും ഇന്നും ഇനി മുമ്പോട്ടുള്ള കാലങ്ങളിൽ. തൊടുപുഴ നഗരസഭ ആര് നേടും? ഒന്ന് പ്രഡിക്റ്റ് ചെയ്യാം. തൊടുപുഴ ആം ആദ്മിയുടെ വിലയിരുത്തലിൽ തൊടുപുഴ സഭ ആര് നേരിടുമെന്ന് പറയാൻ കഴിയില്ല. കാരണം ഇലക്ഷൻ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് കച്ചവടവും മാറ്റവും മറിക്കലും ജാതിയും മതവും ഒക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് എന്താണ് പറയുന്നതെന്ന് അറിയില്ല. പക്ഷേ ജനക്ഷേമ പ്രവർത്തനം നടത്തുന്ന ജനശ്രദ്ധ തിരിച്ചുവിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവിധ വിജയാശംസകളും ആം ആദ്മി പാർട്ടിക്കും നേരിടും. ജയിച്ചു വരാൻ കഴിയട്ടെ.